പ്രിയമുള്ളവരെ നമസ്കാരം. നിവിൻ പോളിക്കെതിരെ സ്ത്രീപീഡന കേസ് ഫയൽ ചെയ്തതിന് പിന്നാലെ നിവിൻ പോളി പത്രസമ്മേളനം വിളിച്ചുകൂട്ടി തനിക്കെതിരെ വ്യാജ ആരോപണമാണെന്നും ഇതിനെതിരെ താൻ ഏതറ്റം വരെ പോകുമെന്നും അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒത്തിരി നടികളും നടികളല്ലാത്തവരും പല നടന്മാർക്കും സംവിധായകർക്കും സിനിമ സാങ്കേതിക വിദഗ്ധർക്കുമെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പലർക്കുമെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് ആരോപണ വിധേയനായ ഒരു നടൻ ഇതുപോലെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടുന്നതും പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതും. സ്ത്രീകൾ പറയുന്നത് മാത്രം കേട്ട് കേസെടുക്കാനും നാണം കെടുത്താനും തുനിഞ്ഞാൽ അതിനെ സമയം കാണും. കാരണം പറഞ്ഞ ആരോപണങ്ങൾക്കൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന റിപ്പോർട്ടറുടെ ചോദ്യത്തിന് മുകേഷിനും ജയസൂര്യക്കുമെതിരെ ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീ ഏതോ ഒരു ചാനലിൽ പറയുന്നത് കേട്ടു. ഞങ്ങൾ സ്ത്രീകൾ പറയുന്നത് തന്നെയാണ് തെളിവെന്നും ഇനി എന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് ആരോപണത്തിന് വിധേയരായ ആളുകളാണെന്നും. പലരും ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ സത്യമില്ല എന്നല്ല പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്നതിന് ശേഷം ഈ അവസരം മുതലാക്കി ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടുക എന്ന ദുരുദ്ദേശത്തോടെ ഫീൽഡിൽ ഇറങ്ങിയ ചിലരെങ്കിലും കാണാതിരിക്കില്ല. അവർ പലപ്പോഴും പലതരത്തിൽ പറയുകയും ചെയ്യും. ഇങ്ങനെ വന്നാൽ സത്യസന്ധമായി പറയുന്ന ആരോപണങ്ങളിൽ പോലും വിശ്വാസ്യത നഷ്ടപ്പെടാനുള്ള സാധ്യത തന്നെ കൂടുതലാണ്. എന്തായാലും അടുത്തൊരു ഇഷ്യൂ ഉണ്ടാകുന്നത് വരെ മാത്രമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആയുസ്. അതിനിടയ്ക്ക് ആരൊക്കെ പെടും എന്ന് കണ്ടറിയണം. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നുറപ്പാണ്, കുറേ കഴിയുമ്പോൾ ഈ വിഷയങ്ങൾ ജനങ്ങൾ മറക്കും. ഇന്ന് നമ്മൾ കല്ലെറിയുന്ന നടന്മാരെയും സംവിധായകരെയും നമ്മൾ തന്നെ വീണ്ടും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. മുമ്പ് വിതുര പെൺവാണിഭ കേസിൽ ജഗതി ശ്രീകുമാർ കുറ്റം ചെയ്തെന്ന് 100% ഉറപ്പുണ്ടായിട്ടും അത് തെളിയിക്കാൻ പോലീസിനോ കോടതിക്കോ കഴിഞ്ഞില്ല. എന്നാൽ കാലം ഒന്നിനെയും വെറുതെ വിടില്ല. നമ്മുടെ കണ്ണിൽ തന്നെ കാണാൻ കഴിയും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമ വിശേഷങ്ങളുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.